ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. വീണ്ടും നമുക്ക് ഒരുമിച്ച് കാണുവാൻ ദൈവം സഹായിച്ചതോർ ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്നതായ വിഷയം യേശുക്രിസ്തുവിൻ്റെ പൂർത്തിയാകാത്തൊരാഗ്രഹത്തെക്കുറിച്ചാണ്. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യത്തിൽ യേശുക്രിസ്തുവിൻ്റെ ഒരു പ്രാർത്ഥന കിടക്കുന്നുണ്ട്. ആ പ്രാർത്ഥന പ്രകാരമാണ്: നീ എന്നെ അയച്ചിരിക്കുന്നു എന്നും നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുന്നു എന്നും ലോകം അറിയുവാൻ നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യത്തിൽ തികഞ്ഞവരായിരിക്കേണ്ടതിനും തന്നെ. സ്നേഹത്തിലുള്ള തൻ്റെ ശിഷ്യഗണങ്ങൾ സ്നേഹത്തിൽ ഐക്യമുള്ളവരായിരിക്കണമെന്ന് യേശു ആഗ്രഹിക്കുന്നു. യേശുവിൻ്റെ പ്രാർത്ഥന വളരെ മനോഹരമാണ്. നീ എന്നിലും ഞാൻ അവരിലും ആയിരിക്കുന്നത് പോലെ ലോകം നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ലോകം അറിയുവാൻ അവർ ഐക്യത്തിൽ തികഞ്ഞവരായിരിക്കേണ്ടതിന് തന്നെ. ഇപ്പം യേശുവിനെ ദൈവം അയച്ചിരിക്കുന്നു, അഥവാ യേശു ദൈവത്തിൻ്റെ പുത്രനാണെന്ന് ലോകം അറിയണമെങ്കിൽ തൻ്റെ ശിഷ്യന്മാർ അല്ലെങ്കിൽ തൻ്റെ ശരീരമാകുന്ന സഭ ഐക്യത്തിൽ തികഞ്ഞവരായിരിക്കണമെന്ന് യേശു ആഗ്രഹിക്കുന്നു. എന്നാൽ ഇന്ന് നമുക്കറിയാം, ലോകത്തിലുള്ള ക്രൈസ്തവ സഭകളെക്കുറിച്ച് പഠിച്ചാൽ ഈ ഐക്യത പല സ്ഥലത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. അതായത് യേശുവിൻ്റെ പൂർത്തിയാകാത്തൊരാഗ്രഹമായി ഇന്നും അത് അവശേഷിക്കുകയാണ്. എന്നാൽ വാസ്തവത്തിൽ ഈ ലോകത്തിലുള്ള ക്രൈസ്തവ ജനത ഐകമത്യമുള്ളവരായി ഐക്യത്തിൽ തികഞ്ഞവരായിരിക്കണമെന്ന് യേശു ആഗ്രഹിക്കുകയാണ്. അങ്ങനെയെങ്കിൽ മാത്രമേ ലോകത്തിൽ ക്രിസ്തുവിൻ്റെ സാക്ഷികളായി നമുക്ക് നിൽക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഏതെല്ലാം മേഖലകളിലാണ് അല്ലെങ്കിൽ ഏതെല്ലാം വിധത്തിലാണ് നാം ഐകമത്യമുള്ളവരായി തീരേണ്ടതെന്ന് വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നമുക്കറിയാം, 1-ാം നൂറ്റാണ്ടിന് ശേഷം 3-ാം നൂറ്റാണ്ട് 4-ാം നൂറ്റാണ്ടായപ്പോഴത്തേക്കും സഭയുടെ പീഡനകാലങ്ങൾ കഴിഞ്ഞു. കോൺസ്റ്റന്റൈൻ ചക്രവർത്തി മാനസാന്തരപ്പെട്ടു. അന്ന് റോമിൻ്റെ അധികാരിയായിരുന്ന അദ്ദേഹം, റോമിൻ്റെ മാത്രമല്ല ലോകത്തിൽ അനേകം സ്ഥലങ്ങൾക്ക് രാജാവായി തീർന്ന് തൻ്റെ അധീനതയിൽ അനേകം രാജ്യങ്ങളായിത്തീരുന്ന കാലഘട്ടത്തിലാണ് കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ക്രിസ്ത്യാനിയായി മാറുന്നത്. അന്ന് ക്രൈസ്തവ മതം യഥാർത്ഥത്തിൽ രാജകീയ മതമായി പ്രഖ്യാപിക്കപ്പെട്ടു. അതോടുകൂടി ക്രൈസ്തവ ജനതയുടെ പീഡനങ്ങൾ അവസാനിച്ചു. അവർ അക്ഷരാർത്ഥത്തിൽ തന്നെ രാജകീയ പുരോഹിത വർഗമായിട്ട് മാറി, രാജകീയ അധികാരമുള്ളവരായിട്ട് മാറി. നമുക്കറിയാം, ആ കാലഘട്ടത്തിൽ ആത്മീയത കൂടുകയല്ല ചെയ്തത്, അധികാരങ്ങൾ കൂടിയപ്പോൾ ആത്മീയത കുറയുകയാണ് ചെയ്തത്. ആത്മീക ശക്തിയൊക്കെ കുറേ ക്ഷയിക്കുകയാണ് ചെയ്തത്. ആ കാലഘട്ടം വ്യത്യസ്ത രാജ്യങ്ങളിൽ, വ്യത്യസ്ത സമൂഹങ്ങളിൽ സഭ വളർന്നു വന്നപ്പോൾ വ്യത്യസ്ത സംസ്കാരങ്ങൾ സഭയിലേക്ക് കടന്നു വന്നു. അപ്രകാരം വിവിധ ദേശീയത അല്ലെങ്കിൽ സംസ്കാരങ്ങൾ ഉൾക്കൊള്ളുന്ന സഭാവിഭാഗങ്ങളുണ്ടായി. ഇവർ പരസ്പരം ഐകമത്യപ്പെടാൻ ആ സംസ്കാരങ്ങൾ, സഭയിലേക്ക് കടന്നു വന്ന വിവിധ സംസ്കാരങ്ങൾ തടസ്സമായി മാറി. അങ്ങനെയാണ് വ്യത്യസ്ത രാജ്യങ്ങളിൽ വ്യത്യസ്ത സഭാവിഭാഗങ്ങൾ ഉടലെടുത്തത്. ഇവർ സുവിശേഷവുമായി മറ്റ് രാജ്യങ്ങളിലേക്ക് ചെന്നപ്പോൾ അവിടെ പരസ്പരം പോരടിക്കുന്ന അനുഭവങ്ങളുണ്ടായി, കീഴ്പ്പെടുത്തലുകളുണ്ടായി. സഭകൾ തന്നെ പരസ്പരം
മാത്സര്യങ്ങൾക്ക് വിധേയമായി അധികാരത്തിന് വേണ്ടി പലപ്പോഴും മത്സരങ്ങളും അതുപോലെ തന്നെ പോരാട്ടങ്ങളും നടന്നിട്ടുണ്ട്, കീഴ്പ്പെടുത്തലുകൾ നടന്നിട്ടുണ്ട്. അങ്ങനെ സഭയിലുള്ള ഐക്യത, ക്രിസ്തു ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള ഐക്യത നഷ്ടപ്പെട്ടതായി നമുക്ക് കാണാനായിട്ട് സാധിക്കും. കേരളത്തിൽ തന്നെ ഇത്തരത്തിലുള്ള അനേകം അനുഭവങ്ങളുണ്ടായി, അനേകം സഭാവിഭാഗങ്ങളുണ്ടായി. എപ്പിസ്കോപ്പസിയും പാരമ്പര്യങ്ങളും പറയുന്ന സഭാവിഭാഗങ്ങൾ തന്നെ വ്യത്യസ്തമായി നിലകൊണ്ടു. അങ്ങനെ ഐക്യതയിൽ പൂർണ്ണതയില്ലാത്തൊരവസ്ഥയിലേക്ക് ക്രൈസ്തവ സഭ വളരുന്നത് കാണാം. എന്നാൽ ഏത് സംസ്കാരത്തിൽ വളർന്നതായാലും ആരുടെയെല്ലാം കീഴിൽ വളർന്നു വന്നതാണെങ്കിലും ക്രിസ്തുവിൽ നാം ഒന്നാണ് എന്നുള്ള ചിന്ത വളർത്തുവാനായിട്ട് നമുക്ക് സാധിക്കണം. സംസ്കാരങ്ങൾ വ്യത്യാസമുണ്ടാകാം, വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങളിൽ വ്യത്യാസമുണ്ടാകാം. എന്നാൽ എല്ലാവരും ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന ആ ഏക സഭയിലെ അംഗമാണ് എന്നുള്ള വിശ്വാസമുണ്ടെങ്കിൽ ആ ഐക്യത നമുക്ക് കാത്തു സൂക്ഷിക്കാനായിട്ട് സാധിക്കും. കാരണം റോമലേഖനം 6-ാം അധ്യായത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു, സ്നാനത്താൽ അഥവാ വിശുദ്ധ മാമോദീസയാൽ നാം ക്രിസ്തുവിൻ്റെ ശരീരത്തോട് ചേർക്കപ്പെട്ടിരിക്കുന്നു. അപ്പം നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. അതായത് തല ക്രിസ്തുവും സഭ ശരീരവുമാണ്. ഓരോ വ്യക്തിയും യേശുക്രിസ്തുവിനോട് ചേർക്കപ്പെട്ടിരിക്കുന്ന വിശുദ്ധ മാമോദീസയാൽ അഥവാ വിശുദ്ധ സ്നാനത്താൽ ക്രിസ്തുവിനോട് ചേർക്കപ്പെട്ടിരിക്കുന്ന എല്ലാ വ്യക്തികളും ക്രിസ്തുവാകുന്ന ശരീരത്തിൻ്റെ, ക്രിസ്തുവാകുന്ന തലയും ശരീരമാകുന്ന സഭയുമായി ക്രിസ്തുവിനോട് ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ഈ ശരീരത്തിൻ്റെ ഓരോ അവയവമാണ് എന്ന് ചിന്തിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ഇവിടെയാണ് നമ്മൾ ഐകമത്യമുള്ളവരായി മാറേണ്ടത്. റോമലേഖനം 12-ാം അധ്യായത്തിൻ്റെ 4-5 വാക്യങ്ങളിൽ വളരെ വ്യക്തമായി അപ്പോസ്തലൻ നമ്മളിത് പഠിപ്പിക്കുന്നുണ്ട്. നാം ഒരു ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം, അവിടെയെല്ലാം ക്രിസ്തു തലയാണെന്നും സഭ ശരീരമാണെന്നും വളരെ വ്യക്തമായ അപ്പോസ്തലൻ പഠിപ്പിക്കുന്നു. 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെയാണ് വളരെ വിശദമായ അപ്പോസ്തലൻ ഈ കാര്യം പഠിപ്പിക്കുന്നത്. ശരീരം ഒന്നും അവയവങ്ങൾ പലതായി വിരിക്കുക. ആ ഒരവയവം വേദനപ്പെടുമ്പോൾ മറ്റൊരവയവത്തിന് ആത്മാവിൽ അത് ഗ്രഹിക്കാനായിട്ട് സാധിക്കണം. കാരണം ഒരേ തലയിൽ നിന്ന് ചൈതന്യം പ്രാപിച്ചും ഏകീഭവിച്ചും ആത്മീകമായ വളർച്ച പ്രാപിക്കുന്നവരാണ് നാം. കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ ഇത് വളരെ വ്യക്തമായ അപ്പോസ്തലൻ പഠിപ്പിക്കുന്നുണ്ട്. ക്രിസ്തുവാകുന്ന തലയിൽ നിന്ന് ചൈതന്യം പ്രാപിച്ചും ഏകീഭവിച്ചും ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളും ആത്മീകമായി വളർച്ച പ്രാപിക്കുന്നു. അങ്ങനെയെങ്കിൽ ആ ഓരോ അവയവവും സന്ധികളാലും ഞരമ്പുകളാലും ഈ തലയാകുന്ന ക്രിസ്തുവിനോട് ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഒരവയവം വേദനിക്കുമ്പോൾ, ഒരവയവം ഭാരപ്പെടുമ്പോൾ മറ്റൊരവയവത്തിനത് കണ്ടില്ലെന്ന് നടിക്കാനായിട്ട് സാധിക്കില്ല. അതാണ് ഐക്യതയിൽ നിങ്ങൾ തികഞ്ഞവരാകണമെന്ന് അപ്പോസ്തലൻ പഠിപ്പിക്കുന്നത്. 1 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യത്തിൽ കഷ്ടതയിൽ നമ്മൾ ഐക്യമത്യമുള്ളവരായി മാറണമെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരവയവം കഷ്ടമനുഭവിക്കുമ്പോൾ മറ്റൊരവയവം ആ കഷ്ടതയിൽ പങ്കാളിയായി തീരുന്നു. നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണിത്. ശരീരത്തിൻ്റെ ഒരവയവത്തിന് വേദന സംഭവിക്കുമ്പോൾ മറ്റവയവങ്ങളെല്ലാം ആ വേദനയിൽ പങ്കാളിയായി മാറുകയാണ്. ഒരവയവത്തിന് മാറി നിൽക്കാനായിട്ട് സാധിക്കില്ല. ആ വേദന അനുഭവിക്കുന്ന അവയവത്തെ ആശ്വസിപ്പിക്കാനായി മറ്റവയവങ്ങളെല്ലാം പരിശ്രമിക്കുന്നു. ആ സഹായം അവിടെ ലഭ്യമാക്കുന്നു. കൈ വേദനിക്കുമ്പോൾ മറ്റൊരു കൈ ആശ്വസിപ്പിക്കാനായിട്ട്, ആ കൈയെ ആശ്വസിപ്പിക്കാനായിട്ട് തലോടാനായിട്ട് കടന്നു വരുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അപ്പോൾ ഒരു ശരീരത്തിൻ്റെ അവയവമാണെങ്കിൽ ഈ കഷ്ടത പങ്കുവയ്ക്കപ്പെടുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിൽ പങ്കാളിത്തം വഹിക്കുന്നു, അതിൽ ഐകമത്യമുള്ളവരായിട്ട് മാറുന്നു.
അതുപോലെ തന്നെയാണ് ഒരവയവത്തിനും മാനം ലഭിക്കുമ്പോഴും. അതിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ 21 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ അവിടെ അപ്പോസ്തലൻ പഠിപ്പിക്കുന്നുണ്ട്, ഒരവയവത്തിന് ലഭിക്കുന്ന മാനം മറ്റൊരവയവം പങ്കുവയ്ക്കുകയാണ്. അതിന് സന്തോഷത്തിലും ദുഃഖത്തിലും നിങ്ങൾ പങ്കാളികളായി തീരണമെന്ന് അപ്പോസ്തലൻ പഠിപ്പിക്കുന്നത്. അപ്പോൾ ക്രൈസ്തവ സഭയിൽ നാം അംഗമാണെങ്കിൽ നാം ക്രിസ്തുവാകുന്ന തലയോട് ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ശരീരത്തിൻ്റെ അവയവങ്ങളാണെന്നുള്ള ബോധ്യത്തിലേക്ക് വരാനായിട്ട് നമ്മിൽ സാധിക്കണം. അങ്ങനെ ആ തലയുമായിട്ടുള്ള ബന്ധത്തിൽ നിന്നാൽ നമുക്കൊരിക്കലും പരസ്പരം ബഹുമാനിക്കാതിരിക്കാൻ കഴിയില്ല. ഏത് ചെറിയ അവയവവും ഈ തലയുമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നതാണ്. മറ്റൊരവയവം എനിക്ക് മാനം കൂടുതലുള്ളതാണ്, ഞാനാണ് ശരീരത്തിൽ പ്രധാനപ്പെട്ടതെന്ന് പറയാനായിട്ട് സാധ്യമല്ല. അതും 1 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ വളരെ വ്യക്തമായി ഇത് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം, അവിടെ നിങ്ങൾ തമ്മിൽ വലിപ്പം ഭാവിക്കാതിരിക്കുകയാണ്. എല്ലാ അവയവങ്ങളും ഒരുപോലെയാണ്, ഡ്യൂട്ടി വ്യത്യാസമുണ്ട്. കണ്ണിൻ്റെ ഡ്യൂട്ടി അല്ല കൈക്കുള്ളത്. പക്ഷെ കൈ ഒരിക്കലും കണ്ണിനേക്കാൾ വലുതാണെന്ന് പറയാൻ സാധ്യമല്ല. കാലിൻ്റെ ഡ്യൂട്ടി അല്ല കൈക്കുള്ളത്. ഇത് വ്യത്യസ്തമായിട്ടുള്ള കടമകൾ പങ്കുവയ്ക്കപ്പെട്ടിരിക്കുകയാണ്, പങ്കുവെച്ച് പകുത്തു കൊടുത്തിരിക്കുകയാണ്. ഓരോ ആത്മീയ നൽവരങ്ങൾ പകുത്തു കൊടുത്തിരിക്കപ്പെട്ടതാണ് സഭയിൽ. അപ്പം ഏതെങ്കിലും ഒരു വരദാനമുള്ളവൻ ഒരു വരദാനവും ഇല്ലാത്ത വ്യക്തിയെ കുറവുള്ളവനായിട്ട് കാണാൻ സാധ്യമല്ല. കാരണം ആ വ്യക്തിയിലും ഏതെങ്കിലും ഒരു നന്മ ദൈവം നിറച്ച് നൽകിയിട്ടുണ്ട്, ഏതെങ്കിലും ഒരു വരം നൽകിയിട്ടുണ്ട്. ആ വരങ്ങളെല്ലാം സഭയിൽ അന്യോന്യം ബഹുമാനപൂർവ്വം പ്രയോജനപ്പെടുത്തേണ്ടതാണ്. എല്ലാവരെയും സഭയ്ക്ക് ആവശ്യമുള്ളതാണ്. അതുകൊണ്ട് ഈ മാനത്തിൽ നമ്മൾ ഐക്യതയുള്ളവരായിരിക്കണം. ഒരാൾക്ക് ബഹുമാനം ലഭിച്ചാൽ അത് സഭയ്ക്ക് മുഴുവനുമാണ്. ഒരവയവം കൂടുതൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് ശരീരത്തിൻ്റെ മുഴുവൻ അവയവങ്ങൾക്കും ആ മാനം ലഭിക്കുന്നു. അതുപോലെ തന്നെ ഒരവയവം കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മറ്റവയവങ്ങളെല്ലാം ആ കഷ്ടതയിൽ പങ്കാളിയായി തീരുന്നു. അപ്രകാരം ഒന്ന് ചിന്തിച്ചാൽ ഇന്ന് നാം ആകുന്ന സമൂഹത്തിൽ, നാം ആകുന്ന സഭയിൽ ഇത്തരം ഒരൈക്യതയിലുള്ള പ്രവർത്തനം, പരസ്പരം ബഹുമാനിക്കുന്ന, പരസ്പരം കഷ്ടതകൾ പങ്കുവയ്ക്കുന്ന, പരസ്പരം ലഭിക്കുന്ന മാനങ്ങൾ പങ്കുവയ്ക്കപ്പെടുന്ന, പരസ്പരം ബഹുമാനിക്കപ്പെടുന്ന, പരസ്പരം സ്നേഹിക്കുന്ന ആ ഒരു അനുഭവത്തിലേക്ക് നമുക്ക് മാറാൻ കഴിഞ്ഞാൽ മാത്രമേ യേശുവിൻ്റെ ഈ ആഗ്രഹം പൂർത്തീകരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്നാൽ ഇന്ന് സമൂഹത്തിലേക്ക് നോക്കിയാൽ, സഭകളിലേക്ക് നോക്കിയാൽ, പുറത്തു നിന്നുള്ള മറ്റ് മതസ്ഥരായിരിക്കുന്ന അല്ലെങ്കിൽ മറ്റ് മേഖലകളിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾ നമ്മിലേക്ക് നോക്കുമ്പോൾ ഈ ഐക്യവും സ്നേഹവും ക്രിസ്തുവാകുന്ന ഏക ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളുമാണ് ഈ ഓരോ വിശ്വാസിയുമെന്ന് മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുവാൻ തക്കവണ്ണം നമ്മുടെ പ്രവർത്തനങ്ങൾ കാരണമാകുന്നുണ്ടോ? ശാന്തമായി നമ്മളൊന്ന് പരിശോധിക്കേണ്ടതാണ്. ഇന്ന് സഭകളിൽ ഭിന്നതയുണ്ടാക്കുന്നത് ആരാണ്? ഭിന്നതയുടെ ആത്മാവിനെ വിതയ്ക്കുന്നത് ആരാണ്? അത് തിന്മയുടെ ശക്തിയാണെന്നുള്ളതിന് യാതൊരു സംശയമില്ല. അത് സാത്താന്യ ശക്തിയാണ്. ഒരിക്കലും നമുക്ക് ഈ ഭിന്നത ഭൂഷണമല്ല. ക്രൈസ്തവ സാക്ഷ്യത്തിന് ഈ ഭിന്നത ഒരിക്കലും സഹായകമല്ല. നമുക്കറിയാം, അനേകം പേരുകളിലാണ് നമ്മൾ അറിയപ്പെടുന്നത്. ഓരോ സഭകളും ഓരോ വ്യത്യസ്തങ്ങളായ പേരുകളിൽ, വ്യത്യസ്തങ്ങളായ വിശ്വാസാചാരങ്ങളിൽ എല്ലാം അറിയപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ സംസ്കാരമായി, ഞാൻ പറഞ്ഞത് സാംസ്കാരികമായി വ്യത്യാസങ്ങൾ ഉണ്ടാകാം. കാരണം നമ്മൾ വളർന്നു വന്നത് ഓരോ സംസ്കാരത്തിലാണ്. നമ്മുടെ പിതാക്കന്മാർ വളർന്നു വന്നത് ഓരോ സംസ്കാരത്തിലാണ്. പക്ഷേ ക്രിസ്തുവാകുന്ന ഏക രക്ഷകനിലേക്ക് നമ്മളെല്ലാവരും ചേർക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ ഏത് സംസ്കാരത്തിൽ നിന്നാലും ക്രിസ്തുവിലുള്ള വ്യക്തിയെ, ക്രിസ്തു വിശ്വാസികളെ പരസ്പരം ബഹുമാനത്തോടെ കാണാനും പരസ്പരം ആദരിക്കാനും
കഷ്ടതയിൽ പങ്കുചേരാനും നമുക്ക് പ്രയാസമുണ്ടാകുകയില്ല. ഈ ഐക്യതയാണ് നമ്മൾ സമൂഹത്തിലേക്ക് പടർത്തേണ്ടത്. ഈ സ്നേഹം ആദ്യം നമ്മിലുണ്ടാകുകയും അതേ സ്നേഹം മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകാൻ നമുക്ക് സാധിക്കുകയും ചെയ്യണം. കാരണം സമൂഹത്തിലുള്ള സകല മനുഷ്യരും ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. ആരെയും നമുക്ക് മാറ്റി നിർത്താനായിട്ട് സാധിക്കുകയില്ല. വിശ്വാസത്തിൻ്റെ പേരിൽ ഒരാളെയും മാറ്റി നിർത്താനായിട്ട് നമുക്ക് സാധ്യമല്ല. എല്ലാവരെയും സഹോദരങ്ങളായിട്ട് കാണാൻ. എന്നാൽ ആ പരസ്പര ബഹുമാനം ഒരിക്കലും വിശ്വാസം കൂട്ടിക്കുഴയ്ക്കുന്നതിലായിരിക്കരുത്. വിശ്വാസത്തിൽ പൂർണ്ണമായി നമുക്ക് യഥാർത്ഥമായ നിലനിൽപ്പ് വേണം. നമ്മുടെ വിശ്വാസം എന്താണെന്നുള്ള ബോധ്യം നമുക്ക് വേണം. ആ വിശ്വാസത്തിൽ നിലനിൽക്കുമ്പോൾ തന്നെ മറ്റുള്ളവരെയും സ്നേഹിക്കാനും കരുതുവാനും മറ്റുള്ളവരിലേക്ക് ഈ സ്നേഹം പകർന്നു കൊടുക്കാനും കഴിയുമ്പോൾ മാത്രമേ സമൂഹത്തിൽ നമുക്ക് ക്രൈസ്തവ സാക്ഷ്യം നിലനിർത്താനായിട്ട് സാധിക്കുകയുള്ളൂ. 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിൻ്റെ 3 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ അവിടെ നാം ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരാണ്, നിങ്ങൾ ദൈവത്തിൻ്റെ കൃഷി എന്ന് അപ്പോസ്തലൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഒരു കൃഷിയിടത്തിൽ നമ്മൾ കൂട്ടുവേല ചെയ്യുകയാണ്, ഒരുമിച്ച് പ്രവർത്തിക്കുകയാണ്. അവിടെ അപ്പോസ്തലൻ പഠിപ്പിക്കുന്ന മനോഹരമായൊരു സാദൃശ്യമുണ്ട്. ഇതാ, പൗലോസ് നട്ടു, അപ്പൊല്ലോസ് വളർത്തി നനച്ചു, പക്ഷെ അതിനെ വളർത്തുമാറാക്കിയത് ദൈവമാണ്. ഒരാൾ നടുന്നു, മറ്റൊരാൾ നനയ്ക്കുന്നു, പക്ഷെ വളർത്തുന്നത് ദൈവമാണ്. അപ്പോൾ കർത്താവിൻ്റെ വേലയിൽ നമുക്ക് ഈ ഐക്യത കാണാനായിട്ട് സാധിക്കണം. ഞാനാണ് നട്ടതെന്നോ ഞാനാണ് നനച്ചതെന്നോ ഞാനാണ് വളർത്തിയതെന്നോ എന്ന അഭിമാനമല്ല നമുക്കുണ്ടാകേണ്ടത്. പിന്നെയോ ദൈവം എന്നെ നടുവാൻ ഉപയോഗിച്ചെങ്കിൽ മറ്റൊരാളെ നനയ്ക്കാൻ ഉപയോഗിച്ചു, മറ്റൊരാൾ പ്രത്യേകം സംരക്ഷണം നൽകി അവയെ വളർത്തി. എന്നാൽ ഇതിൻ്റെ എല്ലാം കാരണാഭൂതൻ ദൈവമാണ്. ദൈവമത്രേ വളർത്തുമാറാക്കിയത്. അപ്പോൾ ദൈവത്തിൻ്റെ കരങ്ങളിൽ ചില സന്ദർഭങ്ങളിൽ ദൈവം എന്നെ എടുത്ത് ഉപയോഗിച്ചു എന്നുള്ളത് ദൈവത്തിൻ്റെ കൃപയായി കാണാനായിട്ട് നമുക്ക് സാധിക്കണം. അപ്രകാരം ശുശ്രൂഷയിൽ നമുക്ക് ഈ ഐകമത്യം നിലനിർത്താനായിട്ട്, ഈ ഐക്യത നിലനിർത്താനായിട്ട് സാധിക്കണം. ലൂക്കോസിന് വിശേഷം 10-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ യേശു തൻ്റെ ശിഷ്യന്മാരെ ഈരണ്ടീരണ്ടായി അയച്ചു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തിനാണ് ഒറ്റയ്ക്കൊറ്റയ്ക്ക് അയക്കാതെ 2 പേരെ വീതം അയച്ചത്? 2 പേരെ വീതം അയക്കുമ്പോൾ അവിടെ ഒരൈക്യതയുണ്ടായേ പറ്റൂ. തമ്മിൽ ശുശ്രൂഷ പരസ്പര സഹകരണത്തോടെ ഒരാൾ വേല ചെയ്യുമ്പോൾ മറ്റൊരാൾ പ്രാർത്ഥിക്കുമ്പോൾ ആ വലിയ അനുഗ്രഹം അവരുടെ ശുശ്രൂഷയ്ക്ക് ലഭിക്കുന്നു. അപ്രകാരം ഈരണ്ടീരണ്ടായി അയച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ നമ്മുടെ എല്ലാ ശുശ്രൂഷകളിലും നമുക്ക് ഈ ഐക്യത കാണാനായിട്ട് സാധിക്കണം. 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൻ്റെ 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നാം ഒരപ്പത്തിൻ്റെ അംശികളാണെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് നാം എല്ലാവരും വിശുദ്ധ കുർബാന അനുഭവിക്കുന്നവരാണ്, കർത്താവിൻ്റെ തിരുശരീരക്തങ്ങൾ അനുഭവിക്കുന്നവരാണ്. അത് യേശുവിൻ്റെ ശരീരമെന്ന് പറഞ്ഞാൽ ഒന്നേ ഉള്ളൂ. ആ ഒരപ്പത്തിൻ്റെ അംശികളാണ് നാം എല്ലാവരും. അപ്പോൾ നമ്മൾ തമ്മിൽ ഭിന്നതയില്ലാതെ വണ്ണം ഒരപ്പത്തിൻ്റെ അംശികളായി, ഒരു ശരീരത്തിൻ്റെ അവയവങ്ങളായി, ശുശ്രൂഷയിൽ ഐകമത്യമുള്ളവരായി, മാനത്തിലും അതുപോലെ കഷ്ടതയിലും, ബഹുമാനം ലഭിക്കുമ്പോഴും കഷ്ടത അനുഭവിക്കേണ്ടി വരുമ്പോഴും അവിടെയും പരസ്പരം ഭാരങ്ങളെ ചുമക്കുന്നവരും പരസ്പരം ബഹുമാനങ്ങളെല്ലാം പങ്കുവയ്ക്കപ്പെടുന്നവരും, അത് ഒരു ശരീരത്തിന് ലഭിക്കുന്ന ബഹുമാനമാണ് എന്നുള്ള ബോധ്യത്തോടെ ഓരോ അവയവത്തെയും ആദരവോടെ കാണുവാൻ നമുക്ക് സാധിക്കുമ്പോൾ മാത്രമേ യേശുക്രിസ്തുവിൻ്റെ ആഗ്രഹം, നിങ്ങൾ ഐക്യതയിൽ തികഞ്ഞവരാകണമെന്നുള്ള ആഗ്രഹം നമുക്ക് പൂർത്തീകരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. നമുക്കറിയാം, തമ്മിൽ ക്ഷമിക്കുക എന്നുള്ളതാണ് ഈ ഐക്യതയുടെ അടിസ്ഥാനമായിരിക്കുന്നത്. കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിൽ 12-13 വാക്യങ്ങളിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരുവനോട് വഴക്കുണ്ടായാൽ പരസ്പരം ക്ഷമിക്കുവാനുള്ള കൃപയ്ക്കായിട്ട് നമ്മൾ യാചിക്കണം. തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ്, കുറവുകളെ ഏറ്റുപറഞ്ഞ് പരസ്പരം ക്ഷമിക്കുമ്പോൾ മാത്രമേ
ഈ ഐക്യത നമ്മിൽ നിലനിർത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ക്രിസ്തുവിൻ്റെ പൂർത്തീകരിക്കപ്പെടാത്ത ഒരാഗ്രഹമായി ഇന്നും ലോകത്തിൽ നിലനിൽക്കുന്നത് സഭയിൽ ഈ ഐക്യതയില്ല എന്നുള്ളതാണ്. അപ്പം നമുക്ക് ആ ആഗ്രഹം പൂർത്തീകരിക്കുവാനായി ഇന്നൊരു പ്രതിജ്ഞയെടുക്കാം. ഏതെല്ലാം മേഖലകളിലാണെങ്കിലും, ഏത് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും ഐക്യതയുള്ളവരായി പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരുമിച്ചായിരിക്കുന്നത് പോലെ ആ ഐക്യതയിലേക്ക് ദൈവം നമ്മെയും വിളിക്കുകയാണ്, നമ്മെ ചേർത്തിരിക്കുകയാണ്. ആ ഐക്യത പൂർത്തീകരിക്കപ്പെടുവാൻ, പൂർണ്ണമാക്കുവാൻ നമുക്കെല്ലാവർക്കും ഇടയായിത്തീരട്ടെ. ഏക മനസ്സുള്ളവരായി ഐകമത്യപ്പെട്ട് നിങ്ങൾ ഏത് കാര്യത്തിൽ യാചിച്ചാലും ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാമെന്ന് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. രണ്ടുപേർ ഐകമത്യപ്പെട്ടാൽ, അപ്പോൾ പ്രാർത്ഥനയിൽ ഈ ഐകമത്യമുണ്ടെങ്കിൽ മാത്രമേ, ഈ ഐക്യതയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഉത്തരം ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഐക്യത്തിലും സ്നേഹത്തിലും എല്ലാവർക്കും മാതൃകയായി ക്രിസ്തുവിൻ്റെ ആഗ്രഹം പൂർത്തീകരണത്തിനായി നമുക്ക് ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാം. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കാരുണ്യവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, കേൾപ്പിച്ച വചനത്തിനായി നന്ദിയോടെ സ്തോത്രം. ക്രിസ്തുവിൻ്റെ വലിയ ആഗ്രഹം പിതാവും പുത്രനും ഒന്നായിരിക്കുന്നത് പോലെ അവരും നമ്മിൽ ഒന്നാകേണ്ടതിന് കർത്താവ് ആഗ്രഹിക്കുന്നു, കർത്താവ് പ്രാർത്ഥിക്കുന്നു. ആഗ്രഹം പൂർത്തീകരിക്കാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ. കഷ്ടതയിൽ, ബഹുമാനത്തിൽ, സ്നേഹത്തിൽ, ശുശ്രൂഷയിൽ, ക്ഷമിക്കുന്നതിൽ എല്ലാം ഐക്യതയുള്ളവരായി തീരുവാൻ, പരസ്പരം പങ്കുവയ്ക്കുന്ന ഒരു ശരീരത്തിൻ്റെ അവയവങ്ങളായി മാറുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ. ആമേൻ.